രാവിലത്തേക്കുള്ള പച്ചക്കറികളൊക്കെ എപ്പോഴും ഇങ്ങനെ ബോക്സിൽ അരിഞ്ഞ് വെക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ വേഗം പണിയൊക്കെ തീരുവേ. നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകുന്നുണ്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മീൻകറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാബേജിനൊക്കെ വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പെരക്കി തേങ്ങയൊക്കെ ചെറിയ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് വറവിനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻകറിയിലേക്കുള്ള പണിയാണ് നോക്കിയത്. സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുനുകുന അരിഞ്ഞ് ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി അങ്ങനെ വെക്കും. അതാകുമ്പോൾ നമുക്ക് വേഗം എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോഴേക്കും എൻ്റെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻകറിയിലേക്കുള്ള പണിയാണ് നോക്കിയത്. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാനൊരു മുറുക്കൊക്കെ എടുത്തിരുന്നു. പിന്നെ എൻ്റെ മീൻകറിയും ക്യാബേജ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു. അതിനിടയിൽ എൻ്റെ കുഞ്ഞ് വയറൊന്ന് ഞാൻ എൻ്റെ വെയിൽ കൊള്ളിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജനലിൻ്റെ ഉള്ളിലൂടെയാണ് വെയിൽ കൊള്ളിക്കുന്നത്. ചോറും അച്ചാറൊക്കെ വെച്ചിട്ട് ലഞ്ച് ബോക്സ് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ചായക്കുള്ള പണിയാണ് നോക്കിയത്. പുട്ടും ചെമ്മീൻ കറിയും ചായയൊക്കെ കൂട്ടി നമ്മൾ രണ്ടാളും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നതിൻ്റെ ആ ഒരു ചമ്മലാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. പിന്നെ ഏട്ടനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് വിട്ടു. അപ്പോൾ അത്രത്തോളം ഉള്ളൂ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.